ഹലോ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് വടകര റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളങ്ങോട്ടാ പോകുന്ന ശരി കോയമ്പത്തൂർ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ആദ്യമായിട്ടാണ് ആദ്യമായിട്ടെന്ന് പറയുക വെച്ചാൽ മോള് ജനിച്ചതിന് ശേഷം ഒരു ദൂരയാത്ര ആദ്യമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. വെച്ചാൽ പ്രയാസം എന്ന് പറയാൻ വെച്ചാൽ പ്രയാസമല്ല, എന്തായാലും ഒരു എങ്ങനെ ഫേസ് ചെയ്യണമെന്ന്. കാരണം വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു ഇതിലാനക്കൊണ്ട് ഇങ്ങനെ മോളിലാകുമ്പോൾ ഇങ്ങനെ പോകും എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഏതാണ്ട് മാറി കിട്ടി അല്ലേ. അപ്പോൾ ഞങ്ങൾ എവിടെയും പോകല് ഞങ്ങൾ ബൈക്കുമ്പോഴാണ്. ബൈക്ക് ഇവിടെ വെച്ച് ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയാണ്. ഇവിടുന്ന് എത്ര മണിക്കാണ് ട്രെയിന്? 2:30 ട്രെയിനാണ്. അപ്പോൾ മോള് ഏതാണ്ട് ഉറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ കാണാം. അപ്പോൾ നല്ല മൊഞ്ചാക്കി, കാരണം വെച്ചാൽ ആദ്യമൊക്കെ തന്നെ ഫുള്ള് കച്ചറയാണ്. ഇപ്പോൾ ഒന്ന് വൃത്തിയാക്കി ഒന്നുകൂടെ നടന്നോട്. ഇപ്പോൾ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നല്ല മുന്നോട്ടൊക്കെ ആണ്. നമ്മൾ പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു. അതുകൊണ്ട് എന്താ വെച്ചാൽ റിസർവേഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കുള്ളൊരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കയറിയിട്ട് യാത്ര ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഡിസേബിൾഡ് കോച്ച് വരെ അങ്ങ് ബാക്കിലാണ്. അടുത്തേക്ക് നടന്നെല്ലാം കൂടി തളർന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ. ആരുമില്ല. ഇപ്പോൾ ട്രെയിൻ കയറുമ്പോഴത്തേക്ക് ആൾ വരുമോയെന്ന് അറിയില്ല. മോള് നല്ല ഉറക്കാണ്. എന്തായാലും ട്രെയിൻ കയറിയാൽ കുറച്ച് സമയം എടുക്കും. ഇവിടെ ഇങ്ങനെ ഇരുന്ന കുറച്ച് കഥയൊക്കെ ഇങ്ങനെ പറയാമെന്ന് ചോദിച്ചു. നമ്മുടെ ട്രെയിൻ ഏതാണ്ട് എത്താനായിട്ടുണ്ട്. അതിനിടയിൽ ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. അതീഷ് മോള് നല്ല ഉറങ്ങുകയാണ്. അതുപോലെ അശ്വിയ ഈ ഫോണില 2:30 ആയപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിന് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് വരികയും അപ്പോൾ മുന്നിൽ കാണുന്നൊരു പോലീസുകാരുണ്ടല്ലോ, ആ ആൾ ഞങ്ങളോട് പറഞ്ഞു ഇങ്ങോട്ടേക്ക് പോകാൻ ഞാൻ കയറ്റിത്തരാമെന്ന് പറയും. കൂടാതെ ഡിസേബിൾഡ് കമ്പാർട്ട്മെൻറ്റിൽ അതറായിട്ടുള്ള, അതായത് മറ്റുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് പുള്ളിയുടെ ഡ്യൂട്ടി. പുള്ളി ഞങ്ങളുടെ ഉള്ളിൽ കയറ്റിയപ്പോൾ ഒരു സീറ്റ് കാലിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ കയറി, മോളതിൽ കിടത്തി, ഞാൻ അവളും സീറ്റിൽ നൈസായിട്ടൊരു ഉറങ്ങി. രാവിലെ ഒരു 6 മണിക്ക് എണീറ്റ് മോള് വീണ്ടും പുറത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് മോള് റെഡിയായി നിന്ന്. അപ്പം കാണുന്ന ഇലകളോടും ചെടികളോടും ടാറ്റയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് അവളിങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പം സമയം ഏതാണ്ട് 7 മണി ആയിട്ടുണ്ട്. 7:30 നമ്മുടെ സ്റ്റേഷനായ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി എത്തുക. അപ്പോൾ ഈ ഒരു സമയത്ത് മോളെ കളി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. അപ്പോൾ എന്തായാലും വല്ലാത്തൊരു സന്തോഷം. അൽഹംദുലില്ലാ എത്ര പറഞ്ഞാലും ദൈവത്തിനെ സ്തുതിച്ചാലും മതി വരില്ല. അപ്പോൾ ഏതാണ്ട് 7 ആയപ്പോൾ നമുക്ക് എത്താനുള്ള സ്റ്റേഷനായ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി എത്തി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി റെഡിയായി നിന്ന് അതീഷിനെ എടുത്ത് അശ്വിയിൽ നിന്ന് ഞാൻ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാനെന്ന്. അപ്പോൾ എന്തായാലും അതീഷ് വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റിലാട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു യാത്ര, ഇങ്ങനത്തെ ഒരു അനുഭവം. അപ്പോൾ 7:00 ഞങ്ങൾ 2:30 കയറിയ വണ്ടി 7 ആകുമ്പോഴത്തേക്ക് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് പുറത്തിറങ്ങണം, ഒരു ചായ കുടിക്കണം, നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ അരവിന്ദ് കണ്ണാശുപത്രിയിൽ പോയിട്ട് കാണിക്കണം. അപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി വന്നേരം ഓട്ടോറിക്ഷക്കാരും ടാക്സിക്കാർക്കും ചേട്ടാ ടാക്സി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനെന്തോ വേണ്ടെന്നൊക്കെ പറഞ്ഞ് നേരെ പുറത്തുള്ള നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ സ്ഥിരമായിട്ട് കയറുന്നൊരു ഹോട്ടലുണ്ട്, അവിടെ കയറിയിട്ട് ചായ കുടിച്ച് മോളെ ടേബിളിൽ കുത്തിരിപ്പിച്ച്. മോൾക്ക് ഇതെല്ലാം കാണുമ്പോൾ ഒരു വല്ലാത്തൊരു കൗതുകം തന്നെ. അപ്പോൾ അവിടെ ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ 2 പേരും ഓരോ മസാല ദോശ ഓർഡർ ചെയ്ത് ഞാനും അശ്വിയും കഴിച്ച കൂട്ടത്തിൽ മോൾക്കും ചെറുങ്ങനെ കൊടുത്ത് നേരെ ചായ കുടിച്ച് നമ്മൾ പുറത്തിറങ്ങി. അവിനാശിയിലേക്ക് ബസ്സുണ്ട്. അപ്പോൾ ബസ്സിന് കയറിയാൽ നല്ല തിരക്കായിരിക്കും, പ്രത്യേകിച്ച് ഓഫീസ് ടൈം അതുകൊണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് അവിടത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. അരവിന്ദ് ഐ ഹോസ്പിറ്റൽ, സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 എന്നൊക്കെ പറയുന്നുണ്ട്. നമ്പർ 1 തന്നെയാണ് കേട്ടോ. കണ്ണ് എന്ന് പറയുമ്പോൾ ഏതൊരാളും പറയുക അരവിന്ദ് എന്ന്. നേരെ ഉള്ള കയറി ഫയലെടുത്ത് നമ്മളോട് പറഞ്ഞ ഇന്ന റൂമിൻ്റെ മുന്നിലേക്ക് പോയിരുന്നതാണ്. ഞാൻ അവിടെ പോയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ സമയമായി അവിടെ ഇരുന്ന് അതിനിടയിൽ വന്നിട്ട് വിളിച്ചു, സാബിത്ത് വാങ്ങോ എന്ന് പറഞ്ഞു. ഉള്ളിൽ കയറി കാഴ്ച പരിശോധന. കാഴ്ച പരിശോധിക്കാൻ ഞാൻ ഇരുന്നേരാണ് ആൾ വരുന്നത്. ആളെല്ലാം വന്ന് കാഴ്ചയൊക്കെ പരിശോധിച്ച് അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മോൾ പറഞ്ഞു മോളെ പിടിച്ച് കുറച്ച് നേരം ഇരിക്കുന്നതാണ്. ഇപ്പം കുറച്ച് നേരം മോളെയും കൊണ്ട് ഇരുന്ന് പിന്നെ ഡോക്ടറെ കാണിച്ച് പരിശോധനയൊക്കെ കഴിഞ്ഞ് കുഴപ്പമില്ലാന്നല്ല നേരെ പുറത്തോട്ടൊക്കെ. അപ്പം ഞാൻ എന്തിനാണ് വന്നത് നിങ്ങളറിയോ? പറഞ്ഞു ചെറിയ ചുവപ്പും അതേപോലെ തന്നെ ചെറിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അതിന് വന്നതാണ്.
അപ്പോൾ 6 പേർത്തും കൂട്ടത്തിൽ നിങ്ങളെന്താണ് ഒരു ചെറിയ രീതിക്കുള്ളൊരു ഇതുമാക്കിയതാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു എന്തായിട്ടുണ്ട് അനുഭവമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണിച്ച് ഇപ്പോൾ കാണിക്കുന്ന വീഡിയോസ് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. എന്നിരുന്നാലും ഒക്കെ കാണിച്ച് നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. കണ്ടത് അവിടെ ഇരിക്കുന്ന അതെയോ ചിരിക്കടാ. ഇനി ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പിന് വന്നാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഓക്കെ ബൈ ബൈ ടാറ്റ എന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഒരു ഓട്ടോ വിളിച്ച് ഓട്ടോയിൽ കയറി യാത്ര ചെയ്യാണ്. അപ്പോൾ സമയം ഏതാണ്ട് 2 മണി 1:45 നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. 2:30 കഴിഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ നമ്മൾ ആ ട്രെയിൻ മിസ്സായി. അപ്പം നാട്ടിലെ ഓട്ടോ പോലെയല്ല, ഒരു മൂടിക്കെട്ടിയൊരു ഓട്ടോ ആണ്. അത് യൂസ് ബേക്കിലോട്ടേക്ക് നോക്കി നിന്നിട്ട് എന്താണ് ചെയ്യുന്നത് നോക്കിയതാണ്. നോക്കുമ്പോൾ എന്താണ് വരുന്ന വണ്ടിക്കാരെല്ലാം ടാറ്റ പറയുന്നുണ്ട്, അതുപോലെ തന്നെ അവരെ വിളിക്കുന്നുണ്ട്. അവരുടേതായ ലോകത്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സും കണ്ണും വല്ലാണ്ട് സന്തോഷം കൊണ്ട് നിറഞ്ഞു പോയി. മാഷാ അല്ലാ. അപ്പോൾ ഒരുപാട് അവൾ ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങൾ സാധാരണ കുട്ടികളൊക്കെ നമ്മൾ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുടേതായ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതൊന്നുമില്ല, അവൾ നല്ലപോലെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നോക്കി. കാരണം നമുക്ക് പാസ് കൊണ്ട് എടുക്കുമ്പോൾ നേരിട്ട് പോയി എടുക്കണം. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോയ സമയത്ത് അത് യൂസ് കുറച്ച് അവിടെയൊക്കെ നടത്തിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് നാട്ടിലേക്കുള്ള ട്രെയിൻ കിട്ടി. നമുക്ക് ഇവിടുന്ന് നേരെ ഡയറക്റ്റ് ഷൊർണൂരേക്കും ഷൊർണൂരിൽ നിന്ന് നേരെ നാട്ടിലേക്കും, അങ്ങനെയാണ് നമ്മൾ 2 ട്രെയിനാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. കാരണം എന്നാലേ നമുക്ക് നേരത്തെ വീട്ടിലെത്താൻ പറ്റും. ഇനി ട്രെയിനിൽ യാത്ര ചെയ്യാൻ വന്നത് ഞാനെന്തിനാ വന്നേ? ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ കണ്ണ് കാണിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് കണ്ണിന് എന്താ ഒരു ചോപ്പ്. അപ്പോൾ കണ്ണിന് പൊടിയാറിയൊക്കെ ഒരു ചൊറിച്ചിലാണ്, ചൊറിച്ച് അലർജിയുടെ പ്രശ്നമാണ്. അപ്പോൾ അത് കോയമ്പത്തൂർ വന്ന് കാണിച്ച് ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഭവം വെച്ചാൽ ഞങ്ങളെ ജീവിതത്തിൽ എന്താണ് ഇപ്പോൾ നമ്മളൊരു പ്രതിസന്ധി നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ആദ്യം വന്ന് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി എങ്ങനെയാണ് യാത്ര ചെയ്യുക, അവൾ ഉണ്ടപ്പോൾ എങ്ങനെയാണ് പോവുക എന്നുള്ളൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി എന്താക്കിയിട്ടുണ്ട്, നമ്മൾ തരണം ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ഇതിന് കിട്ടിയൊരു കാര്യം എന്നാണ് ഏത് സംഗതി നമ്മൾ എന്താക്കരുത്, ദൂരേന്ന് കണ്ടിട്ട് പേടിച്ച് മാറരുത്. അതെന്താക്കണം, അതിനെ നേരിട്ടാൽ നമുക്ക് എന്താക്കും, അതിൽ നമുക്കൊരു വിജയം കണ്ടെത്താൻ പറ്റും. അപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്രയിൽ യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. ബൈക്കുമ്മേൽ പോക്കുണ്ട്, വണ്ടി എടുത്തിട്ട് അതേപോലെ ബൈക്കുമ്മേൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ട്രെയിൻ യാത്ര, അതാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു യാത്ര നടത്തി നോക്കിയത്. അപ്പോൾ അൽഹംദുലില്ലാ അതിലും കുഴപ്പമില്ല. അധികം ആണെങ്കിൽ ഹാപ്പി, അധികം ഫുള്ള് ഹാപ്പി ചിൽ മോഡാണ് അല്ലേ? അതെയോ പറയ്, എങ്ങനെയുണ്ട് അതെയോ? സാറല്ലേ ചിച്ചേ ടാറ്റ. ഈ ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത് ചന്ദ്രപട്ടത്ത് മോളോട് കളിക്കുക എന്ന് പറഞ്ഞത്. എനിക്ക് എത്ര സമയം ചിലവഴിക്കാം നമുക്ക് എന്താണ് ഒരു ഇതുമില്ല, വല്ലാത്തൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അവളെ ചിരിയും അവളെ കളിയും ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ നിറഞ്ഞു പോവാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.